കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം കിട്ടിയ വാർത്ത ഏറെ പ്രാധാന്യത്തോടെയാണ് മലയാളി സ്വീകരിച്ചത്. സുപ്രീം കോടതിയാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത്. 2017 ഫെബ്രുവരി 23 മുതൽ സുനി ജയിലിലാണ്. 7 വർഷത്തിന് ശേഷമാണ് ജാമ്യം ലഭിക്കുന്നത്. കൊച്ചിയിലെ നടിയെ ആക്രമിച്ച കേസ് അന്ന് മുതൽ ഇന്നുവരെ വളരെയധികം പ്രാധാന്യത്തോടെയാണ് മലയാളി ഏറ്റെടുത്തത്. ആ വാർത്തയോടൊപ്പം തന്നെ പലപ്പോഴും മലയാളി അറിയുവാൻ ആഗ്രഹിക്കുകയും അതിനായി പരതുകയും ചെയ്തിരിക്കുന്ന മറ്റൊരു വിഷയം മഞ്ജു വാര്യർ ദിലീപ് വിവാഹമോചന വാർത്തയായിരുന്നു. ദിലീപിന്റെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും മലയാളി അറിയാൻ ഏറെ ആഗ്രഹത്തോടെയാണ് കാത്തിരിക്കാറ്. ദിലീപ് മഞ്ജു വാര്യർ വിവാഹമോചന സമയത്ത് പോലീസിന്റെ അന്വേഷണത്തിൽ പുറത്തു വന്നൊരു പ്രധാനപ്പെട്ട വിവരം ദിലീപിന്റെ വിവാഹ ജീവിതവും ദിലീപിന്റെ സിനിമാ ജീവിതവും ഒരേപോലെ തന്നെ ചർച്ചാ വിഷയമായതാണ്. ദിലീപ് കാവ്യ വിവാഹം ചെയ്തതിനു ശേഷം വന്ന ചില റിപ്പോർട്ടുകൾ പറയുന്നത് കാവ്യ ദിലീപിന്റെ 3ാമത്തെ ഭാര്യയാണെന്നാണ്. അതായത് മഞ്ജുവിന് മുമ്പ് ദിലീപ് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്തിരുന്നു അത്രേ. ഇപ്പോൾ വീണ്ടും ആ വാർത്തയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ചില സിനിമാ പ്രേമികൾ. മഞ്ജു വാര്യരല്ല ദിലീപിന്റെ ആദ്യത്തെ ഭാര്യ എന്ന പോലീസ് വെളിപ്പെടുത്തൽ അന്ന് വളരെയധികം ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. മഞ്ജുവിന് മുൻപ് ദിലീപ് ഒരു ബന്ധുവിനെ വിവാഹം ചെയ്തിരുന്നു അത്രേ. ആ ബന്ധത്തിന് ശേഷമാണ് മഞ്ജുവുമായുള്ള പ്രണയവും ഒളിച്ചോട്ടവും വിവാഹവും ഒക്കെ എന്നായിരുന്നു അന്ന് പുറത്തു വന്ന വാർത്ത. ദിലീപിന്റെ ആദ്യ വിവാഹം മിമിക്രി കളിച്ചു നടക്കുന്ന കാലത്തായിരുന്നു. സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങുന്നതിന് മുമ്പ് ബന്ധുവായ ഒരു പെൺകുട്ടിയെ ദിലീപ് വിവാഹം ചെയ്തിരുന്നു അത്രേ. ആ ബന്ധം ചെറിയൊരു കാലയളവിനുള്ളിൽ തന്നെ അവസാനിച്ചു. അതിനുശേഷമാണ് ദിലീപ് കലാഭവനിൽ നിന്നും സിനിമയിലേക്ക് എത്തിയത്. ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ ദിലീപ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയ സമയത്തായിരുന്നു സല്ലാപം എന്ന ചിത്രത്തിൽ മഞ്ജു വാര്യരുമായി ഒന്നിച്ചഭിനയിച്ചതും പിന്നീട് പ്രണയത്തിലാകുന്നതും. മഞ്ജു വാര്യർ ദിലീപ് പ്രണയവും ആ കാലം മുതൽ തന്നെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. സല്ലാപത്തിന്റെ സെറ്റിൽ വെച്ച് പരസ്പരം പിരിയാൻ കഴിയാത്ത വിധം അടുത്ത മഞ്ജുവും ദിലീപും ഈ പുഴയും കടന്ന് എന്ന ചിത്രമൊക്കെ ചെയ്യുമ്പോൾ തന്നെ അവരുടെ പ്രണയത്തെ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. മഞ്ജുവും ദിലീപും പ്രണയത്തിലാണെന്ന വാർത്തകൾ അപ്പോഴേക്കും സിനിമാ ലോകത്ത് പ്രചരിച്ചു തുടങ്ങി. എന്നാൽ അന്ന് അത്ര വലിയ പബ്ലിസിറ്റിക്കുള്ള അവസരമുണ്ടായിരുന്നില്ല. ചില സിനിമാ വാരികകളൊക്കെ ഈ ഗോസിപ്പ് നൽകണോ വേണ്ടായോ എന്ന സംശയത്തിലായിരുന്നു. പെട്ടെന്നായിരുന്നു ഈ വാർത്തകൾക്കെല്ലാം ഉത്തരം നൽകിക്കൊണ്ടുള്ള ദിലീപ് മഞ്ജു വാര്യർ ഒളിച്ചോട്ടം സംഭവിച്ചത്. മലയാള സിനിമാ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച് ദിലീപും മഞ്ജു വാര്യരും ഒളിച്ചോടി വിവാഹം ചെയ്തു. കണ്ണെഴുതി പൊട്ടും തൊട്ടെന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയതിന്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു അത്. മഞ്ജുവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് പത്രവാർത്ത വരെ വന്നു. പിന്നീടാണ് അറിഞ്ഞത് ദിലീപിനൊപ്പം മഞ്ജു ഓടിപ്പോയതാണെന്ന്. മഞ്ജു വാര്യർ ദിലീപ് വിവാഹത്തിന് ശേഷം ദിലീപിന്റെ ജീവിതത്തിൽ ഭാഗ്യസൂര്യൻ ഉദിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മഞ്ജു പൂർണ്ണമായും സിനിമയിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ ദിലീപ് പൂർണ്ണമായും സിനിമയുടെ ഭാഗമായി. വെറുമൊരു മിമിക്രി കലാകാരനിൽ നിന്ന് മലയാള സിനിമയിലെ ജനപ്രിയ നായകനായി ദിലീപ് വളർന്നതിന് പിന്നിൽ മഞ്ജുവിന്റെ അകമഴിഞ്ഞ പിന്തുണയും ഭാഗ്യവും ഉണ്ടെന്നാണ് സിനിമാ ലോകം തന്നെ പറയുന്നത്. ദിലീപിന്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു കാവ്യ മാധവന്റെ കടന്നുവരവ്. കാവ്യ ബാലതാരമായി കടന്നു വന്ന കാലം മുതൽക്കേ തന്നെ ദിലീപിന് കാവ്യയെ പരിചയമുണ്ട്. ആദ്യമായി കണ്ടപ്പോൾ ദിലീപിനെ അങ്കിൾ എന്നാണ് കാവ്യ വിളിച്ചത്. അപ്പോൾ തന്നെ ദിലീപ് അത് തിരുത്തുകയും ചെയ്തു. അങ്കിളല്ല, ഏട്ടൻ എന്നാക്കി. മഞ്ജുവിനെ എന്ന പോലെ കാവ്യയുടെയും ആദ്യത്തെ നായകൻ ദിലീപായിരുന്നു. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിനു വേണ്ടിയാണ് ആദ്യമായി കാവ്യയും ദിലീപും ഒന്നിച്ചത്. പിന്നീട് അങ്ങോട്ട് മലയാളി കണ്ട ഏറ്റവും പ്രിയപ്പെട്ട ജോഡികളായി മാറുകയായിരുന്നു കാവ്യയും ദിലീപും. 20ലധികം ചിത്രങ്ങളിലാണ് അവർ ഒന്നിച്ചഭിനയിച്ചത്. പ്രേം നസീറും ഷീലയും കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഏറ്റവും അധികം ചിത്രങ്ങളിൽ ഒന്നിച്ചഭിനയിച്ച താരജോഡികൾ എന്ന റെക്കോർഡ് കാവ്യയ്ക്കും ദിലീപിനും സ്വന്തമാണ്. ഇതോടെ പ്രണയ ഗോസിപ്പുകൾ പരക്കുകയായി. 2012 ആയപ്പോഴേക്കും ആ പ്രണയ വാർത്ത കൂടുതൽ ശക്തമായി. ഇതിനിടയിൽ വിവാഹിതയായ കാവ്യ മാധവനും ആ ബന്ധം വേർപിരിഞ്ഞു വന്നതോടെ പ്രണയ ഗോസിപ്പുകൾക്ക് കുറച്ചുകൂടി വ്യക്തത വന്നു. നിഷാൽ ചന്ദ്രയുമായുള്ള കാവ്യയുടെ ദാമ്പത്യ ജീവിതം ഏതാനും മാസങ്ങൾ മാത്രമേ മുന്നോട്ട് പോയുള്ളൂ. ആ ദാമ്പത്യ തകർച്ചയ്ക്ക് കാരണം ദിലീപാണെന്നും വാർത്തകളുണ്ടായി. എന്നാൽ ഇതൊക്കെ നിഷേധിക്കുന്ന നിലപാടായിരുന്നു ആദ്യം പുറത്തു വന്നത്. വിവാഹമോചനത്തിന് ശേഷം കാവ്യ അഭിനയിച്ച ഗദ്ദാമ എന്ന ചിത്രത്തിന്റെ പ്രചാരണ വേളയ്ക്ക് മഞ്ജുവും ദിലീപും എത്തിയതും ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ നിഷ്പ്രഭമാക്കുന്നതിന് കാരണമായി. എന്നാൽ അധികം താമസിയാതെ 2014 മഞ്ജു വാര്യരും ദിലീപും വേർപിരിഞ്ഞതോടെ വീണ്ടും കാവ്യയുടെയും ദിലീപിന്റെയും പ്രണയം ചർച്ചാ വിഷയമായി. തുടർന്നിങ്ങോട്ട് ദിലീപിന്റെ ജീവിതത്തിൽ നടന്ന അപ്രതീക്ഷിത സംഭവങ്ങളുടെ ആകെത്തുകയാണ് ഇപ്പോൾ പൾസർ സുനിയുടെ ജാമ്യം വരെ എത്തി നിൽക്കുന്ന സംഭവ വികാസങ്ങൾ. ന്യൂസ് ബ്യൂറോ 24 ന്യൂസ് മലയാളം.